പിന്നെ വരുന്ന പുതുമക്കാരുണ്ട്. കുറെ മീറ്റിങ്ങിൽ ഇങ്ങനെ അവരെങ്ങനെ പങ്കെടുക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് കുറച്ച് ഫിസിക്കൽ മീറ്റിങ്ങിൽ പോയി പങ്കെടുക്കാൻ സാധിച്ചു. അപ്പൊ അതിൽ ഓരോന്നിനൊക്കെ കണ്ടുമുട്ടാനും സാധിച്ചു. ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ സ്ഥിരമായിട്ട് വരുന്നവരൊക്കെ ഈ ഫിസിക്കൽ മീറ്റിംഗ് പോയപ്പോ വെറുതെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാണ്, എടാ ബിഗ് ബുക്ക് കിട്ടിയോ, അല്ലെ പടികൾ ഇത് കിട്ടിയോ, അറ്റ്ലീസ്റ്റ് 2 ഫാമിലിറ്റികളും കിട്ടിയോന്ന് പറഞ്ഞാൽ ഇല്ലില്ല, അതൊന്നും ആരും ചോദിച്ചിട്ടില്ല, ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല, അതൊന്നും അറിയില്ല. അതിനെപ്പറ്റി അറിയാത്തവരെ ആളുകൾ വളരെ ഭംഗിയായിട്ട് ഷെയറിംഗ് ഒക്കെ നടത്തുന്നത് കാണാം. അപ്പോ ഇത് ആരാണ് ശ്രദ്ധിച്ചത്, എവിടെയാണ് ഇതിന്റെ ഭാഗങ്ങൾ എന്നുള്ളതൊന്നും ആരും നോക്കിയിട്ടില്ല. എന്നാലും കുറെ ഉള്ളത് കുറച്ചെണ്ണം അവിടെ സ്റ്റോക്ക് ഉള്ളതൊക്കെ ആ ഫിസിക്കൽ മീറ്റിങ്ങിലുള്ള സ്ഥലത്ത് നിന്നൊക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കാനും മറ്റുള്ളതിനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 1-2 പേരെ അടുത്ത് ക്യാഷ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ്, എന്നിട്ട് അത് എല്ലാം കൂടി എന്തൊക്കെ കാട്ടി ഒപ്പിച്ച് എല്ലാം കൂടി വാങ്ങിക്കൊടുക്കാനൊക്കെ ചെയ്തിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു പരിപാടി ഇതില് നമ്മള് മാറ്റങ്ങളൊന്നും വരുത്തണം എന്നുള്ളതല്ല പറയുന്നത്. അത്തരം കാര്യങ്ങളൊന്നും കുറച്ച് ആയി വരുന്ന പുതുമക്കാർക്കൊക്കെ, ഓൺലൈൻ വരുന്ന പുതുമക്കാർക്കൊക്കെ ലിറ്ററേച്ചർ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ഏർപ്പാട് ഈ സർവീസിലുള്ള ആളുകളോട് ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ സാധിച്ചാൽ ഈ വന്ന് കയറുന്നവന് സാധാ ഫിസിക്കൽ മീറ്റിങ്ങിൽ പോകുന്ന മാതിരി തന്നെ കുറച്ച് ലിറ്ററേച്ചറുകളൊക്കെ കിട്ടാനൊക്കെ ഉള്ള ആ ഒരു വകുപ്പ് ഉണ്ടാക്കണമെന്ന് അർജന്റായിട്ട് ഒരു ആവശ്യമാണ് ഇപ്പോൾ ഒന്ന് പറയാനുള്ളത്. പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ നേരത്തെ ലതീഷ് പറഞ്ഞ നേരത്തെ തന്നെ പിന്നെ പൈസ ഉള്ളവന് ഒരു പ്രശ്നവും ഇല്ല പൈസ എടുക്കാൻ എന്ത് പരിപാടിക്കും എന്ന് വിചാരിക്കുന്നവരൊക്കെ ഇത്ര നിശ്ചിത തുക എന്ന് കൽപ്പിക്കുകയും അതെല്ലാവരും കൊടുക്കണം എന്ന് പറയുകയൊക്കെ കർശനമായിട്ടുള്ളത് കേട്ടിട്ടുണ്ട്. ആ കർശനമായിട്ട് തന്നെ അത് പറയുമ്പോൾ തന്നെ ഈ പൈസ ഇല്ലാത്തവന് അവന്റെ കണ്ണും മോറും ഒക്കെ വളരെ ദയനീയമായിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ അതിനെ പറ്റിയിട്ട് ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, ഓന് കുടിക്കാൻ പൈസ ഉണ്ടല്ലോ ഓനിപ്പോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിയോ അവന്റെ സ്ഥിതികളൊക്കെ? നിങ്ങളിപ്പോ പറയുന്ന പൈസയൊക്കെ അവൻ തന്നു കഴിഞ്ഞാൽ ചിലപ്പോ അവരെ മുണ്ട് മടക്കി കെട്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. കുടുക്കിനെ കാലത്തുള്ള കഥ നിങ്ങൾ വിടിയെന്നൊക്കെ പറഞ്ഞിട്ടും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അതെന്തോ ഒന്ന് എന്നൊക്കെ ഉള്ള ഒരു ഇതേ കേട്ടിട്ടുള്ളൂ. അപ്പൊ അതിനൊക്കെ ഒരു തനതായ രീതി, അത് ഒരു ഗ്രൂപ്പിന്റെ സ്വയം പര്യാപ്തതയിൽ പെട്ടതാണോ, അല്ലെങ്കിൽ ഇത് പാരമ്പര്യം അതിൻ്റെതായുള്ള കണ്ടീഷനിൽ എങ്ങനെ പോകുന്ന രീതിയിലാണോ എന്നുള്ളതൊന്ന് വിശദാക്കി തരണേ. അല്ല ഷിബു, ഹലോ, പറഞ്ഞോ. അതില് ഇപ്പൊ ഈ ഖലീൽക്ക പറഞ്ഞത് ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അതിന് മറുപടി എങ്ങനെയാന്ന് വെച്ചാല്, ആൽക്കോളിക് അനോണിമസ് വ്യക്തികളെക്കാൾ കൂടുതൽ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതില് വ്യക്തികൾ വളരാൻ വേണ്ടിയിട്ട്, റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടൂൾ കിറ്റുകൾ നമ്മളെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പടികളാവാം, പാരമ്പര്യങ്ങളാവാം, ബിഗ് ബുക്ക് ആവാം, സ്പോൺസർ ആവാം, ഇത്യാദി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഏതെങ്കിലും 1-2 അനുഭവങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതിനാണ് 2 വാക്കുകൾ നമ്മൾ പറയാറ്, ബ്ലീഡിങ് ഡീക്കൻസും സീനിയർ സ്റ്റേറ്റ്സ്മാൻമാരും എന്ന് പറഞ്ഞ ആളുകൾ. വെച്ചാൽ പൊക്കമതിയായ പഴമക്കാരും രക്തമൊലിപ്പിക്കുന്ന പഴമക്കാരും. അപ്പൊ ഇത് എല്ലാ കാലത്തും നമ്മളുടെ മുമ്പിലുണ്ടാവും. അപ്പൊ ഇതിനെ അതിജീവിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നമ്മൾ പ്രോഗ്രാമിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതല്ലാതെ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള 1-2 അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് മൊത്തം അങ്ങനെ ആയി പോകും എന്നുള്ള ധാരണയൊക്കെ തെറ്റാണ്. അപ്പൊ നമ്മൾ വരുന്ന നവാഗതരെ അല്ലെങ്കിൽ ഇത്തരം ആളുകളെ ഒരു സ്പോൺസറുമായിട്ട് ബന്ധപ്പെട്ട് അവരെ അതിലേക്ക് പ്രോത്സാഹിപ്പിക്കാനും അത്തരം ആളുകൾക്ക് അതിന്റെ അനുഭവങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവെക്കുമ്പം ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ അതിജീവിച്ചത് എന്നുള്ളത് അനുഭവം, ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഒക്കെ പറയുന്ന മാതിരി ഒരു ഗ്ലോബൽ ഷെയറിംഗ് ആണ്. അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെടണം. അല്ലാതെ വെറും കുടിച്ച കഥകൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഗോള തലത്തിലുള്ള ഒരു ഷെയറിംഗ് ആവില്ല. അപ്പൊ അതിന് അതേ മാർഗമുള്ളൂ. നമുക്ക് അതിനുള്ള എല്ലാ സാങ്കേതികമായ കാര്യങ്ങളും നമ്മളുടെ കൈവശമുണ്ട്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ ഈ നടക്കുന്ന പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഓക്കെ, അത് കഴിഞ്ഞോ? ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
അടുത്ത ചോദ്യം 2. ഏതെങ്കിലും ഒരു പാരമ്പര്യത്തെ ഞാൻ മുറുകെ പിടിക്കുമ്പോൾ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പോൾ ഞാൻ ഇപ്പൊ ഈ അടുത്ത ഈ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ പലരും പറയാറുണ്ട്, ഏത് പാരമ്പര്യം അനുസരിച്ചാണ് നിങ്ങൾ ഇത് ചെയ്യണത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏത് പാരമ്പര്യമാണ് തെറ്റിപ്പോയതെന്ന് പറയാൻ അവർക്ക് കഴിയാറില്ല. അപ്പൊ നമ്മൾ ഈ പാരമ്പര്യം എന്ന ഒരു പടച്ചട്ട അണിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ വിമർശിക്കുകയാണ്, അല്ലാണ്ട് മറ്റുള്ളവരെയല്ല. എന്നെ തന്നെ പാരമ്പര്യം എന്ന പടച്ചട്ട അണിഞ്ഞുകൊണ്ട് ഞാൻ ആൽക്കോളിക്സ് അനോണിമസിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടോ, അതാണ് ഞാൻ സ്വയം പരിശോധിക്കുകയാണല്ലോ. അപ്പോൾ പലപ്പോഴും ഏറ്റവും പ്രശ്നമാണ് ഈ അനോണിമിറ്റി. അങ്ങനെയൊക്കെ നമ്മൾ ഇതിവിടെ പറയാവോ, എനിക്ക് ഈ AI പറ്റി എനിക്ക് അവിടെ ജോലി സ്ഥലത്ത് സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങളോട് അല്ലെങ്കിൽ ബന്ധുക്കളോട് ഇത് സംസാരിക്കാവോ എന്നൊക്കെ മുറുകെ പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയ ഒരു ചർച്ചയ്ക്ക് വിധേയമാകേണ്ട കാര്യം കൂടിയാണ്. ഏതെങ്കിലും ഒരു പാരമ്പര്യത്തെ ഞാൻ മുറുകെ പിടിക്കുമ്പോൾ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പ്രമോദേട്ടനും രതീഷുകാരും പറയും. പ്രമോദേട്ടാ, തുടങ്ങാമോ? ഓക്കെ ശിവു. അതിലെ രണ്ടാമത്തെ ചോദ്യം, ഏതെങ്കിലും ഒരു പാരമ്പര്യത്തെ ഞാൻ മുറുകെ പിടിക്കുമ്പോൾ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ശ്രദ്ധിക്കാറുണ്ടോന്നാണ്. When I chafe about any particular tradition, do I realize how it affects others എന്നാണ് ആ ചോദ്യം ഇംഗ്ലീഷ് ഫോമിൽ. ചെയ്ഫ് എന്ന വാക്കാണ് അവിടെ വന്നിരിക്കുന്നത്, CHAFE. അതിന്റെ അർത്ഥം മുറുകെ പിടിക്കുന്നത് എന്ന് ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ആ മുറുകെ പിടിക്കലാവുന്നില്ല അവിടെ. വേറെ, അതായത് നമ്മൾ വ്രണപ്പെടുത്തുന്ന ഒരു രീതിയിൽ എന്നാണ് അതിന് അർത്ഥമുള്ളത്. അത് നമ്മൾ നാടൻ ഭാഷയെ പറയാറില്ലേ, ഏതെങ്കിലും പാരമ്പര്യത്തെ പറ്റി നമ്മൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയാറില്ലേ. അപ്പോൾ വല്ലാതെ നിർബന്ധപൂർവം നമ്മൾ ചെലുത്തുന്ന പരിപാടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു പാരമ്പര്യത്തെ നമ്മൾ അമിതമായി മുറുകെ പിടിക്കുമ്പോൾ എന്ന് വേണേൽ നമുക്ക് മനസ്സിലാക്കാം. ക്രമം വിട്ട് മുറുകെ പിടിക്കുമ്പോൾ, നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ശ്രദ്ധിക്കാറുണ്ടോ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു സ്ഥാനത്ത് 8ാമത്തെ പാരമ്പര്യത്തിന്റെ ചെക്ക് ലിസ്റ്റിനകത്ത് എങ്ങനെ കയറി എന്നുള്ളത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവിടെ എത്തുമ്പോൾ ആണല്ലോ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ശിവു നേരത്തെ പറഞ്ഞ പോലെ പണമിടപാടുകൾ, ധനം, അതിവിടെ ഈ ഒരു ഏരിയയിൽ വരുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മളിലേക്ക് വരുന്നത്. അതുപോലെ സർവീസ് നേരത്തെ 1 മുതൽ 7, 6 വരെയുള്ള ഭാഗത്ത് സർവീസും ഉത്തരവാദിത്വവും ഐക്യവും ഒക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ കുറെ കൂടി സംഗതി അതിന്റെ ഒരു പ്രായോഗിക തലത്തിലേക്ക് അതിന്റെ ട്രാക്ക് മാറുകയാണ്, പ്രായോഗിക തലത്തിലേക്ക് പോവുകയാണ്. 7-8 ട്രഡീഷൻ വരുമ്പോൾ പണം, ഭൗതികമായ സാഹചര്യങ്ങൾ, അതുപോലെ നമ്മൾ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങളാണ് ഈ 7-8 പറഞ്ഞത്. പണത്തിന് മാത്രമല്ല പ്രാധാന്യം, നമ്മൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ അതിനോടുള്ള നമ്മുടെ മനോഭാവം, അതിനും എങ്ങനെയുള്ള മനോഭാവമാണ് പുലർത്തുന്നത് എന്ന കാര്യത്തിനും ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാരമ്പര്യത്തെയും മുറുകെ പിടിച്ചുകൊണ്ട്, എനിക്ക് പറയാനുള്ളതാണ്, മുറുകെ പിടിച്ചുകൊണ്ട് അത് വ്രണപ്പെടുത്തുവാനോ അല്ല അതിൽ കൂടുതൽ ഉറച്ചു നിന്നുകൊണ്ട് നടപ്പിലാകേണ്ട ഒന്നും തന്നെ ഇതിനകത്തില്ല. കർക്കശ ബുദ്ധിയോടുകൂടി വീണ്ടും ആവർത്തിച്ച് നടപ്പാക്കേണ്ടതല്ല എന്ന് വിചാരിച്ച് ഞാനിത് പ്രാധാന്യമില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആവർത്തിച്ച് മറ്റുള്ളവർക്ക്
എന്താണ് ഒരു തരം പറഞ്ഞ നാടൻ ഭാഷയിൽ പറഞ്ഞ സ്വൈര്യം കൊടുക്കാതെ നടപ്പിൽ വരുത്തേണ്ട ഒരു പദ്ധതിയല്ല ട്രഡീഷൻസ്. ഇതിന് നടപ്പിൽ വരുത്തുവാൻ, അതാണ് ഈ മനോഭാവത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ബോധപൂർവം ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. ഒരാളോ രണ്ടാളോ ഞാനോ ഷിബുവോ ലതീഷ് ഭായിയോ ഒന്നും അങ്ങനെ ഒരാളോ രണ്ടാളോ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട രീതിയല്ല. ഒരു ട്രഡീഷന്റെ ഉത്തരവാദിത്തത്തിന്റെ അതിന്റെ ഒരു ലെജൻഡായി മാറേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കും ഇല്ല. ഒരു ട്രഡീഷന്റെയും ഗ്രേറ്റ് എക്സ്പോണന്റ് ആയി മാറേണ്ട ഒരു അവസ്ഥ ഇവിടെ ഇല്ല. അതിന്റെ കാരണം ഇതിനോടുള്ള മനോഭാവം നമ്മൾ സൂക്ഷിക്കുന്നത്, നമ്മൾ ഓരോരുത്തർക്കും കൃത്യമായ ഉത്തരവാദിത്വം ഇതിനകത്തുണ്ട്. ഒരാൾക്ക് പോലും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. അപ്പൊ ഫ്രീഡം ഉണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യം, നാലാമത്തെ ട്രഡീഷൻ വരുമ്പോൾ നമുക്കറിയാം, ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അമിതമായ സ്വാതന്ത്ര്യമല്ല, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, ഉത്തരവാദിത്വം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. സെയിം സാധനം തന്നെയാണ് ഇവിടെ വേറൊരു രീതിയിൽ വരുന്നത്. അപ്പോ ഈ ഒരു ട്രഡീഷനെയും മുറുകെ പിടിച്ചുകൊണ്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അനുവർത്തിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അത് ഓരോ അംഗവും ബോധപൂർവം സ്വന്തം ഉത്തരവാദിത്തമായി കരുതി ഏറ്റെടുക്കുന്ന ഒരു രീതിയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലും ഒരു പാരമ്പര്യം, ഇപ്പൊ പണത്തിന്റെ കാര്യം തന്നെ എടുത്തു, ഇപ്പോ അത് ഭൗതിക കാര്യങ്ങളിൽ വരുമ്പോൾ ഒരുപാട് തർക്കങ്ങളുണ്ടാവും. നിരവധി സാധ്യതകളുള്ള ഒരു കാര്യമാണ് ഇവിടെ. ഗ്രൂപ്പിന്റെ പണം, ഗ്രൂപ്പിന്റെ കിറ്റി, ഗ്രൂപ്പിന്റെ ആനിവേഴ്സറി, ഗ്രൂപ്പിന്റെ സംഭാവനകൾ, ഗ്രൂപ്പ് GSOക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ്, ഗ്രൂപ്പിന്റെ വാടക, പിന്നെ അതുപോലെ ഗ്രൂപ്പിന്റെ പ്രൂഡന്റ് ഫണ്ട്, ഗ്രൂപ്പിന്റെ ബാങ്ക് അക്കൗണ്ട് എന്ന് തുടങ്ങി, ഞാനിത് ഗ്രൂപ്പ് എന്ന് പറയുന്നതിൽ കൂടി ഇത് ഇന്റർ ഗ്രൂപ്പിനും ഏരിയ കമ്മിറ്റികൾക്കൊക്കെ സെയിം ബാധകമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, മേഖലകളൊക്കെ ഇവിടെ ശക്തമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു ഭാഗമാണിത്. അപ്പൊ അവിടെയൊക്കെ ട്രഡീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ട്രഡീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് ആരുടെയും പിന്നാലെ പോകേണ്ട കാര്യമില്ല. ബിക്കോസ് ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ബോധപൂർവമായ ഉത്തരവാദിത്തപ്പെടുന്നതാണ്. ഇത് ഇത്രയും കാര്യങ്ങൾ തന്നെ എക്സ്പ്ലനേറ്റീവ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഷിബു, അതിലേ ഹലോ കേൾക്കാം, പറഞ്ഞോ. അപ്പൊ ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിന്റെ കാര്യത്തിലൊന്ന് കൂട്ടിച്ചേർക്കാൻ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, അപ്പൊ നമ്മളിപ്പോ ഈ ഓൺലൈൻ മീറ്റിങ്ങുകൾ വന്ന സമയത്ത് പലപ്പോഴായിട്ട് ആദ്യ കാലത്തൊന്നും നമ്മൾ ഈ 7th ട്രഡീഷൻ, നമ്മൾ കിറ്റിയുടെ കാര്യങ്ങൾ അങ്ങനെ മെസ്സേജ് ആയിട്ടോ മീറ്റിങ്ങിൽ പറയുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. ഒന്നോ രണ്ടോ വ്യക്തികളൊക്കെ മുൻകൈ എടുത്തിട്ടാണ് ഈ ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ നടന്നത്. അപ്പൊ ഈ ഓൺലൈൻ മീറ്റിങ്ങുകളിൽ ഈ പാരമ്പര്യങ്ങൾ പൂർണ്ണമായിട്ട് പാലിക്കാൻ നമുക്ക് സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണെന്ന് വേണമെങ്കിൽ കരുതാം. കാരണം നമ്മൾ പെട്ടെന്നുണ്ടായ ഈ പാൻഡമിക്കിലുള്ള അവസ്ഥകളായിരുന്നു. പക്ഷെ നമ്മൾ അതിജീവിച്ചു, നമ്മൾ അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോയപ്പം അതിന്റെ ട്രഡീഷനൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പാലിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം തന്നെ 3ഉം 4ഉം മീറ്റിങ്ങുകളിൽ കയറുന്ന നമ്മളെ പോലുള്ള അപൂർവം കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ ഈ മോഡറേറ്റർ എന്ന നിലയിലോ ഈ അങ്ങനെയുള്ള ഹോസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ, അതായത് ചാറ്റ് ബോക്സിലൊക്കെ 7ാം പാരമ്പര്യം, കിറ്റി, ഗൂഗിൾ പേ നമ്പർ, വാട്സപ്പ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാൻ തുടങ്ങി. പക്ഷെ അതൊന്നും എൻ്റെ ഉത്തരവാദിത്വം അല്ല. അതെന്തോ കുറച്ച് ആളുകൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കാനഡയിൽ നിന്ന് മറ്റേ ഷിബു കൊടുത്തോളും, അല്ലെ യൂറോപ്പിൽ നിന്ന് മറ്റാൾ കൊടുത്തോളും, അപ്പൊ തന്നെ വലിയ പൈസ ആയല്ലോ. അപ്പൊ ചില ആളുകൾ പറയുന്നത് കേൾക്കാം, 3000 കഴിഞ്ഞ തവണ മാസത്തെ അടച്ചു, ഒരു കൊല്ലത്തേക്കുള്ളത് 15,000 അടച്ചു കഴിഞ്ഞതാണ് മറ്റേ ഗ്രൂപ്പ്, അപ്പൊ ഇതൊന്നും എൻ്റെ ബാധ്യതയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗവും. എന്നാ ഇടയ്ക്കും തലയ്ക്കും ഒരു 50 രൂപ ഈ വാട്സപ്പും ഗൂഗിൾ പേ ചെയ്തിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ലഞ്ച് ബ്രേക്കിലും ഈവനിങ് ബ്രേക്കിലും ഒക്കെ കയറിയിട്ട് അതാ ഗൂഗിൾ പേ ചെയ്യണം, ഇത് ട്രഡീഷൻ പാലിക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിവാശി പിടിച്ച് നടക്കുന്ന
മറ്റൊരു വിഭാഗം ആളുകളും നമ്മളുടെ ഇടയിൽ കാണാറുണ്ട്. ഇത് രണ്ടിനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ഇൻ ബിറ്റ്വീനിലുള്ള ഒരു പാത്ത് എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ ആകർഷിക്കുന്ന രീതിയിൽ അത് ഇൻഫോർമേറ്റീവ് ആയിട്ട് നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു നിർദ്ദേശം ഞാനത് മുറുകെ പിടിക്കുന്നതുകൊണ്ട് മറ്റൊരാളെ അത് സാരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥകൾ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മളുടെ കാര്യമല്ല. ഞാൻ എൻ്റെ ട്രഡീഷൻ ഞാൻ പാലിക്കുക. എൻ്റെ അടുത്ത് 10 രൂപയേ ഉള്ളൂ, അത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിനോട് നീതി പുലർത്തുക. 1000 രൂപ കൊടുക്കുന്ന ആള് അയാൾ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് അവിടെ അനുവർത്തിക്കേണ്ടത്. മറ്റൊരു കാര്യം, നമ്മുടെ സേവന കേന്ദ്രങ്ങൾക്ക് നമ്മൾ എന്താ പറയുക, ഉത്തരവാദികളായ കമ്മിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ശമ്പളക്കാരെ നിയമിക്കുമ്പോൾ ലീഡർഷിപ്പ് ഇൻ വൈറ്റൽ റോൾ ഇൻ എ എന്ന് പറയുന്ന പോലെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ സേവകരായി മാറുമ്പം അത് വ്യക്തികളെക്കാൾ കൂടുതൽ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കണം. നിങ്ങളെ വ്യക്തികൾ വലിയ വർത്താനൊന്നും പറയണ്ട. ബിൽഡബ്ല്യൂ തന്നെ പറഞ്ഞിരിക്കണം, ഞാൻ സ്റ്റിൽ ബിഗിനർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി ഇരുന്നാൽ മതി, ബാക്ക് ബെഞ്ചിൽ പോയി ഇരുന്നാൽ മതി. അതുകൊണ്ട് അധികം വർത്താനൊന്നും പറഞ്ഞു, ഇവിടെ ആരും ഭരിക്കാനൊന്നും അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു തരം ഹാഷായിട്ടുള്ള ചില സമീപനങ്ങൾ, അതും ശരിയല്ല. എന്നാൽ ഇത് ഭരണകർത്താവാണെന്ന് സ്വയം അങ്ങനെ ഭാവിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള. രണ്ടുപേരും ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ ഈ പറഞ്ഞ മാതിരി എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് അതൊരു ഫുള്ളി നമ്മൾ ട്രഡീഷൻ ആണ് അത് ഫോളോ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ വ്യക്തിയൊന്നും ഇല്ല, കസേരയിൽ ഇരിക്കുന്ന ഒരു ശരീരം മാത്രമേ ഉള്ളൂ, അതൊരു ആത്മാവാണ്, അതുകൊണ്ട് ഞാനൊന്നും അറിയില്ല രാമനാരായണ അത് എന്ന രീതിയിൽ ഇരുന്നാൽ അത് ഒരു ട്രഡീഷൻ ആവൂല. എന്നാൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ ചെയർമാനാണ്, എന്നെ അവർ വിളിച്ചില്ലല്ലോ, എന്നെ ക്ഷണിച്ചിട്ടില്ല അവിടുത്തെ ഇന്റർഗ്രൂപ്പ് വാർഷികത്തിന്, ആ കൺവെൻഷനിൽ ഞാൻ ഏരിയ കമ്മിറ്റി ചെയർമാനാണ്, ഞാനൊരു ട്രസ്റ്റിയാണ്, അതുകൊണ്ട് അവരെന്നെ ക്ഷണിക്കാത്തതുകൊണ്ട് ട്രസ്റ്റി പങ്കെടുത്തില്ല, അങ്ങനെയുള്ള ഒരു കാര്യവും ആൽക്കഹോളിക് അനോണിമസിൽ ഇല്ല എന്ന് സ്വയം ഞാൻ വിശ്വസിക്കുന്നു. അത് ഈ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം നമ്മൾ ഒരിക്കൽ സേവകരായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ സേവനം ചെയ്യുന്നത് അവരോട് കമ്മിറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആരും പിന്നെ ക്ഷണനം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഔപചാരികതയുടെ ഭാഗമായിട്ട് നമുക്ക് മറ്റൊരു പേജിലേക്ക് അത് മാറ്റി വെക്കാന്നല്ലാതെ ഈ ഒരു പാരമ്പര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിന് വലിയ വാല്യൂസ് ഒന്നും കാണാൻ സാധ്യതയില്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ അനുഭവങ്ങൾ പറയുന്നത്. പിന്നെ ഇങ്ങനെയുള്ള 2 കാര്യങ്ങളാണ് എനിക്കതിൽ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം. പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറയാം. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, പറയാനും അല്ല ചോദിക്കാൻ തന്നെയാണുള്ളത്. ഇതിപ്പോ പാരമ്പര്യങ്ങള് ഗ്രൂപ്പില് നടപ്പാക്കേണ്ടത് തന്നെയാണ്, അത് നിർബന്ധമായിട്ട് വേണം താനും. അപ്പൊ ഇത് എങ്ങനെയൊക്കെ മറ്റുള്ളവരെ ബാധിക്കുന്നു എന്നാണല്ലോ ഇത് ചോദിച്ചത്. എന്തെങ്കിലും ഒരു പാരമ്പര്യത്തെ ഞാൻ മുറുകെ പിടിക്കുമ്പോൾ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ശ്രദ്ധിക്കാറുണ്ടെന്ന്. അപ്പോ അത് അത്രത്തോളം ഉള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി അല്ലെങ്കിൽ അത്രത്തോളം പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് പോകുന്ന ഒരു സ്റ്റൈലൊന്നും ഒരു ഗ്രൂപ്പിലും വല്ലാതെ കണ്ടിട്ടുമില്ല. കുറെയൊക്കെ വാമൊഴിയായിട്ട് കേട്ട ആ രീതിയിൽ തന്നെ ഓരോരോ ഗ്രൂപ്പും പോകുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇപ്പൊ മീറ്റിംഗ് കൊടുക്കുമ്പോൾ ആ 12 പാരമ്പര്യം വായിക്കുന്നതിൽ വരെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള ഗ്രൂപ്പൊന്നും കാണാത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ അത്ര ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല എന്ന് തന്നെ തോന്നി. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും പറയാനും കഴിയുന്നില്ല. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 3ാമത്തെ ചോദ്യം, എൻ്റെ വ്യക്തിപരമായ യത്നങ്ങൾക്ക് പണമില്ലെങ്കിലും മറ്റ് പ്രതിഫലങ്ങൾ വാങ്ങുവാൻ ഞാൻ ശ്രമിക്കാറുണ്ടോ?
എൻ്റെ വ്യക്തിപരമായ പ്രവർത്തനങ്ങൾക്ക് പണമല്ല മറ്റ് പ്രതിഫലങ്ങൾ വാങ്ങുവാൻ ഞാൻ ശ്രമിക്കാറുണ്ടോ? പ്രമോദ് തുടങ്ങാമോ? അത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരുപാട് പേര് സംസാരിക്കാതെ സൈലന്റ് ആണ്. മണികണ്ഠനൊക്കെ ഉണ്ട്. വ്യക്തിപരമായ യത്നങ്ങൾക്ക് നമ്മളൊക്കെ പണം ഒരു പ്രശ്നമായിരിക്കില്ല പലപ്പോഴും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മറ്റെന്തെങ്കിലും പ്രതിഫലങ്ങൾ ഒക്കെ നമ്മൾ പറ്റാറുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അത് ഒരു നന്ദി വാക്കായാൽ പോലും, അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ആയാൽ പോലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന എന്ന തരത്തിലായാൽ പോലും, മറ്റെന്തെങ്കിലുമൊക്കെ റിവാർഡുകൾ നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് കൺവേ ചെയ്യപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ അവരുടെ അനുഭവങ്ങളായിട്ട് എന്ന് ഞാൻ പറയുന്നു. എല്ലാവർക്കും പറ്റിയില്ലെങ്കിലും സൗകര്യം പങ്കെടുക്കാൻ പറ്റാനുള്ള സാഹചര്യമുള്ള ആൾക്കാർ ചർച്ച ചെയ്യട്ടെ. നമുക്ക് കേൾക്കാം. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ. നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ സൗജന്യ സേവനമാണ് നമ്മൾ ചെയ്യണമെന്നാണ് നമ്മുടെ ഓരോ ഇത്. കാരണം നമുക്ക് കിട്ടിയ സുബോധം പിന്നെ ആ പ്രതിഫലം ആയിട്ട് മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നൊക്കെയാണ് ധാരണ. പക്ഷേ ഈ സൗജന്യ സേവനം ചെയ്യുമ്പോഴും നമ്മൾ നന്ദി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതേസമയം നമ്മൾ പല കാര്യങ്ങൾ വിമർശിക്കുകയും ചെയ്യുന്നു. സൗജന്യ സേവനം നന്ദി ആഗ്രഹിക്കുന്നു, പല കാര്യങ്ങൾ വിമർശിക്കുക. കാരണം സൗജന്യ സേവനമാണല്ലോ. സൗജന്യ സേവനത്തിന് വിമർശനവും പറ്റില്ല, നന്ദിയും പറ്റില്ല. രണ്ടും ചെയ്തു കൂട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു പാരമ്പര്യം വെറുതെ ഒന്ന് തന്നെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. രതീഷ് ഭായ്. ഓക്കെ ഷിബു, അതിലിപ്പോ ഉള്ള പ്രകടമായ അനുഭവങ്ങൾ പറയാം. ഏതായാലും ആൽക്കഹോളിക് അനോണിമസിൽ വന്നപ്പം ആദ്യകാലത്ത് വന്നിരുന്ന സമയത്തൊക്കെ ചില ആളുകൾ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ സ്പോൺസർ എന്ന്, അന്നൊക്കെ അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. എയിലേക്ക് മെസ്സേജ് കൊടുക്കുന്ന മെസ്സഞ്ചർ ഓട്ടോമാറ്റിക്കലി അയാളുടെ ഒരു സ്പോൺസർ ആണെന്നുള്ളത് ഒരു പറയാതെ പറഞ്ഞു നിർത്തിയ ഒരു തത്വം എയിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി ചില സ്പോൺസർമാര് നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തില് നാളെ ടോക്കൺ വാങ്ങാൻ പോവാണ്, ശബരിമലയ്ക്ക് കെട്ട് നിറയ്ക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ദക്ഷിണയൊക്കെ കൊണ്ടു കൊടുക്കും ഞങ്ങളുടെ നാട്ടിൽ. ഞാനൊക്കെ അപ്പോൾ അതിന് മുമ്പ് പോയി കാലിൽ തൊട്ട് വഴങ്ങി ഒരു വെള്ള ഷർട്ടും മുണ്ടൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്ത് പാൻറ് ഷർട്ടൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പതിവുകൾ. അതുകൂടാതെ ഇപ്പോഴും എനിക്കറിയാം, ആള് മരണപ്പെട്ടു പോയി. അയാള് തൂങ്ങി മരിക്കുകയത്. അയാളെ സോബറൊന്നും ആയില്ല. വെള്ളിക്കാരന്റെ വീടിന്റെ ആധാരം പണയം വെച്ച് അതിന് കുറെ കാശൊക്കെ ഡിവൈഡ് ചെയ്തെടുത്തു. അന്നൊക്കെ ഈ സേട്ടുവിന്റെ അടുത്ത് പലിശയ്ക്കൊക്കെ വാങ്ങുന്ന പരിപാടിയാണ്. ബാങ്കിലൊന്നും വെക്കുന്ന കാലമല്ല. അല്ല, ഉണ്ടായിരുന്നെങ്കിലും എളുപ്പത്തിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇവിടെ ഇയാൾക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്, ഈ ന്യൂക്കമർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സീനിയർ മെമ്പർക്കും കുറച്ച് ആവശ്യമുണ്ട്. അപ്പൊ ഇയാളെ സോബറാക്കിയതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ പോയിട്ട് ആധാരം എടുത്തു കൊണ്ടുപോയിട്ട് അവര് പണം വാങ്ങി ഷെയർ ഇട്ടെടുത്ത കഥ. അവസാനം അയാൾ തൂങ്ങി മരിച്ചു. രണ്ടുപേരും ഇപ്പം മരിച്ചു, അത് വേറെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ എന്താ പറയാ, ഉപകാര സ്മരണ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേദിയിൽ വെച്ചിട്ട് ഫോട്ടോ കൊടുക്കുക, മെമൻറ്റോ കൊടുക്കുക, പ്രത്യേകമായിട്ടുള്ള ഗിഫ്റ്റുകൾ റാപ്പർ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു 3-4 അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഷോൾ അണിയിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ അത് നിഷേധിക്കാൻ കഴിയുന്നില്ല ഈ പറഞ്ഞ ഈ പഴമക്കാരോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഡീക്കൻസിന് അത് നിഷേധിക്കാൻ പറ്റുന്നില്ല. അത് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഭംഗിയായി ആ കാര്യത്തെ, പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന രീതിയിലായിരുന്നെങ്കിൽ പിന്നീട് വരുന്ന ആളുകൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിച്ചേനെ എന്ന് എനിക്ക് തോന്നിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്തായാലും അതൊക്കെ ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞത് അതിന്റെ ഏറ്റവും ഉയർന്ന തലാണ്. ഒരു നന്ദി വാക്ക് പോലും നമുക്ക് വേണ്ട എന്ന് പറയുന്ന അവസ്ഥ. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വലിയ അപകടമാണ് മറ്റു കാര്യങ്ങൾ. ഇതും നമുക്ക് പറയാം, നന്ദി മുന്നോട്ടാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഷുഡ് ഗോ ഫോർവേഡ്.
നോ ബാക്ക്വേർഡ് എന്ന് നമ്മൾ പറയുന്ന പോലെ. അതെ, നമ്മളിപ്പോ ഒരാളെ സഹായിച്ചു, അയാൾ ഷെയർ ചെയ്യുമ്പോൾ ലതീഷ് ഭായ് ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ, അല്ലെങ്കിൽ അയാൾ എൻ്റെ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ഷെയറിങ്ങിലൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മളത് തിരുത്താൻ ശ്രമിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇത് നന്ദി നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുക, എനിക്ക് സൗജന്യമായി കിട്ടിയത് നമ്മൾ കൊടുക്കുന്നതാണ്. വാസ്തവത്തിൽ നമ്മളെല്ലാവരും അത് രാത്രി 12 മണിക്ക് പോയിട്ടാണെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മളുടെ സ്വാർത്ഥതയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം, സന്തോഷം, ബോധത്തിന് നമ്മൾ എത്രമാത്രം നമുക്കത് സഹായിക്കുന്നു എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് പോലും അതിനെ മറ്റൊരു രീതിയിൽ അത് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് തീർത്തും ഈഗോ ആണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും അതൊക്കെയായിരിക്കും ഇവിടെ ഏതെങ്കിലും രീതിയിൽ പ്രതിഫലം. ഇത് പണമായിട്ട് വേണമെന്നില്ലല്ലോ, മറ്റൊരു രീതിയിൽ. എത്രയോ ആളുകൾ ഇപ്പൊ എനിക്കറിയാം, ഇവിടുത്തെ ഒരു വലിയൊരു സിനിമ, അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് സോബറായി സ്പോൺസർ എന്ന നിലയിൽ അയാൾ കുറെ സമയം ചെലവാക്കി. അയാൾ പിന്നീട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ അയാളുടെ രാവിലെ എഴുന്നേറ്റ് മറ്റേ സ്പോൺസറുടെ വാഹനം കഴുകി കൊടുക്കണം, അയാളുടെ ഷോപ്പിൽ അടിച്ചു വാരി ജോലി ചെയ്യണം, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ 1-2 സുഹൃത്തുക്കളുടെ അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഈ സമയത്ത് വന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഇല്ലാതിരിക്കാൻ ഇത്തരം ചിന്തകൾ നല്ലതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ പറയാം, അനുഭവങ്ങളാണ്. ഇപ്പോ ഒരു ഗ്രൂപ്പില് സ്ഥിരമായിട്ട് വീക്കിലി അവിടെ മീറ്റിംഗ് നടക്കുമ്പോൾ പോകാറുണ്ട്. അപ്പൊ അവിടെ ചില അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തിന്റെ, പഴമക്കാരനാണെന്ന് പറഞ്ഞാലും അത് അദ്ദേഹത്തിന്റെ സന്തോഷമാണെന്ന് പറയുന്നു. ഇപ്പോ വർഷം തികയുമ്പോ അങ്ങനെയുള്ള വല്ലാത്തൊരു ഒരു ഒരു കടന്നുകയറ്റം അദ്ദേഹത്തിൻ്റെതായിട്ട് മാത്രം, ടോട്ടലി ഒരു ഗ്രൂപ്പിൻ്റെതല്ല, തന്നെ ഷർട്ട് വാങ്ങി കൊടുക്കുന്നു, അല്ലാണ്ട് അവർക്ക് സാരി വാങ്ങി കൊടുക്കുന്നു. അതും വളരെ വിലപിടിച്ച രീതിയിൽ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നതും പോകുന്നതും. ഇത് കിട്ടാത്ത ഈ വർഷം തികഞ്ഞ ആളുകൾക്ക് ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഫീലിംഗ് ഉണ്ടായ രീതിയും കണ്ടിട്ടുണ്ട്. കാരണം ഈ ഷർട്ട് കിട്ടിയ ആൾ തന്നെ അവിടെ ഗ്രൂപ്പിൽ വന്ന് പറയും, ഇനിയിപ്പോ ടോക്കൺ വാങ്ങി ഇതാകുന്ന സമയത്ത് എനിക്ക് ഷർട്ട് എന്ന് തുണി എന്നൊക്കെ പറയും. പിന്നെ ഞാൻ ചെറിയ തോതിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ അത് വാങ്ങിക്കൊടുക്കുന്നു, എല്ലാവർക്കും വാങ്ങിക്കൊടുക്കുന്നില്ല, അത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒരു വിഷയമല്ല. അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിൽ വന്നാല് ഷർട്ട് കിട്ടും, പാന്റ് കിട്ടും, സാരി കിട്ടും എന്നൊക്കെ പറഞ്ഞ ഒരു അണ്ണാച്ചി സ്റ്റൈലില് ഉള്ള ഒരു രീതി മാതിരിയാണോ എന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടായി. അപ്പോ അതിനെ പറ്റിയിട്ട് ചെറിയ തോതിലെങ്കിലും ഒന്ന് വ്യക്തമായി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് തത്വങ്ങളിലാണ് മുന്നിൽ കൂട്ടിയത്. വ്യക്തികൾ പിന്നാലെ പോകാൻ പാടുള്ളൂ എന്നുള്ള ഈ ഓൺലൈൻ തുടങ്ങിയ സമയത്ത് തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു സ്പീച്ച് വരെ അവിടെ വെച്ചു. ഇല്ല, അതിന്റെ ശേഷം എന്തെങ്കിലും ഒരു മെച്ചുണ്ടാകുന്ന നോക്കുമ്പോ അങ്ങനെ ഒരു മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ഈ വെറുതെ ഇങ്ങനെ അന്നത്തെ ഒരു വെറുതെ ഇതിങ്ങനെ എന്താ എങ്ങനെ എന്നൊക്കെയുള്ള ആ തോൽവിയുണ്ടെന്ന് ഒരു പഴമക്കാരനോട് ചോദിച്ചപ്പോ വളരെ വ്യക്തമായിട്ട് അയാൾ പറഞ്ഞു, ഒരു എന്റെ വീട്ടിൽ ഒരു കാരണവരിപ്പോ ഒരു തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? അവിടെ ചെന്നിട്ട് കാരണവരോട് പോയിട്ട് യോജിച്ചിടും, അല്ലെങ്കിൽ കാരണവരോട് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നല്ല അതൊക്കെ ഉറപ്പാണ്. നീ മാത്രം ഒരു മൂലയിൽ എന്ത് കാര്യം കാത്തിരുന്നു, പതിയെ ശരിയായിക്കോളൂ, അതൊക്കെ അങ്ങോട്ട് കുറ്റോളൂ, മനസ്സിലാക്കണവര് മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഭാഗം അത്ര മൈൻഡും ചെയ്തിട്ടില്ല. അപ്പോ ഇതില് ആളാകാൻ ശ്രമിക്കുന്നതാണോ എന്നുള്ളൊരു തോന്നലും കൂടി വന്നപ്പോ ഒരു ദിവസം ചോദിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത് അദ്ദേഹത്തിനോട് തന്നെ. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, ഒന്നുമില്ല, അവരൊക്കെ നിലനിൽക്കണമെന്നേ ഉള്ളൂ, നിൽക്കണം, അല്ലാതെ വേറൊരു സതുദ്ദേശം പറ്റി തന്നെയാണ് ചെയ്യുന്നത്, മറ്റു വേറെ ഉദ്ദേശം അല്ലെങ്കിൽ പാരമ്പര്യ ലംഘനവും മറ്റുള്ളതുമില്ല, അതിന്റെ തന്നെ ഒരു താല്പര്യത്തില് ഞാനിങ്ങനെ കൊണ്ടുപോകുന്നതാണെന്നൊക്കെയാണ് ആ ഒരു, അല്ലെങ്കിൽ അതൊരു ഷെയറിങ് മാതിരി നടത്തിയതാണെന്ന് അറിയില്ല ഈ വിവരങ്ങളൊക്കെ കേട്ടിട്ട്. അപ്പൊ അങ്ങനെയും കേട്ടപ്പോഴും തോന്നി, കോട്ടയത്ത് അങ്ങോട്ട് ഇതൊക്കെ കടുത്ത സാധനം വേണമെന്നൊക്കെ പറഞ്ഞ മാതിരി സഹിക്കാനുള്ളതല്ലേ ഉള്ളൂ എന്നും വിചാരിക്കുന്നു. പക്ഷെ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് അതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഇപ്പോ ചുമ്മാതല്ല, ഒരു
സ്റ്റിയറിംഗ് കമ്മിറ്റി വേണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു 4 ചർച്ചയിലൊക്കെ ഇത്തരം അവസ്ഥകളൊക്കെ ഇല്ലാതാകും. ഇതെല്ലാം നല്ല രീതിയിൽ നടക്കും. അപ്പൊ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിന്റെ ഒരു അഭാവം തന്നെയാണ്. അപ്പൊ ഇത്തരം പാരമ്പര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതും അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അറിയാത്തതും അതും മനസ്സിലായി. അതുകൊണ്ട് അതെന്തെങ്കിലും പറ്റേ അപ്പൊ ആവാം എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതെ മാത്രം. അപ്പോ നിയന്ത്രണമൊന്നും അത് ഓരോരോ ഗ്രൂപ്പിലെ അവിടെയുള്ള ആളുകൾ തന്നെ അല്ലെങ്കിൽ അതിന്റെ രീതിയിൽ അവരവരെ ഇഷ്ടം പോലെ ഇതിന്റെ രീതിയിൽ പോകുന്നു. അതൊന്നും ആർക്കും എതിർക്കാനോ പറയാനോ കഴിയാത്തത് ഈ പാരമ്പര്യത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയാത്ത അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒരുപാട് ഈ ക്ലാസ്സുകൾ കിട്ടാത്തത് കൊണ്ടുള്ള ഒരു ധാരണ മനസ്സിലായി. അപ്പൊ അത്ര തന്നെ. അപ്പൊ ഇങ്ങനെ കാണുന്നതൊക്കെ ഇങ്ങനെ എഴുതി വെക്കുക, അത്ര വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇനി എന്തെങ്കിലും ഇനി സേവനത്തിലേക്ക് വരുന്ന പുതിയ ആളുകൾ അതിൻ്റെതായുള്ള അതിന്റെ പക്കമായുള്ള ശില്പശാലെ മറ്റുള്ളത് സംബന്ധിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അതിങ്ങനെ കൊണ്ടുപോയാൽ തന്നെ ഇത് നടക്കുള്ളൂ. അത് മനസ്സിലായിട്ടുണ്ട് ആ പാരമ്പര്യയിലൊക്കെ. കാരണം ഇവിടെ മെയിനായിട്ട് ഈ നിലനിൽപ്പ് ഗ്രൂപ്പിന്റെ നിലനിൽപ്പ് തടസ്സപ്പെട്ടാൽ മരണത്തിന് കൂട്ടിവെക്കേണ്ടി എന്ന് പറഞ്ഞ മാതിരി വേദനിക്കാൻ പാടില്ല ഒരാളെ പ്രവൃത്തി കൊണ്ട് ഗ്രൂപ്പിൽ വെക്കുന്ന മറ്റുള്ളവര്. ആ പ്രതിഫലം എന്നൊക്കെ പറയുമ്പോ അത്ര രീതിയിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള തോന്നല് എല്ലാവർക്കും ഉണ്ടാവും. ആ കാര്യങ്ങളിലെ ഇതില് പറയുന്നുണ്ട് ഈ പാരമ്പര്യം തീരെ മനസ്സിലായിട്ടില്ലേ. പിന്നീടൊക്കെ തന്നെയാണ് ഇതിന്റെ വൈലോയും മറ്റേതൊക്കെ വന്നിട്ട് കുറെ ക്ലിയർ ആയതൊക്കെ. അങ്ങനെയൊക്കെ തന്നെ. തങ്ങൾക്ക് പണമില്ലെങ്കിലും മറ്റു പ്രതിഫലങ്ങൾ വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഇതിനകത്ത് ഒരുപാട് അറിവുകളുള്ള അംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് മീറ്റിങ്ങിന് വരാനൊക്കെ അത് ഒരു ഭാഗമാണ്. കാരണം ആൽക്കോഹോളിക്സ് അനോണിമസിലെ ഒരു അംഗത്തിന് അദ്ദേഹത്തിന്റെ അറിവ് മറ്റ് അംഗങ്ങൾക്ക് പകർന്നു തന്നെയാണ്. ആ പുഷ്പന്റെ മൈക്ക് ഒന്ന് ഓഫാക്കാൻ പറയണേ, അതിൽ നിന്നാണ് ശബ്ദം വരുന്നത്. അപ്പോ അതൊരു ശ്രദ്ധയോടുകൂടി എനിക്ക് അറിവുള്ളവരെ വളരെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. അവരുടെ നന്ദിയോടുകൂടി ഓർക്കുന്നു. കാരണം യാത്രയിലും ജോലി തിരക്കിനിടയിലും ഒരുപാട് ഓടി നടന്ന് ഈ സന്ദേശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അറിവുള്ളവർ പോലും പലപ്പോഴും അത് ചെയ്യാതിരിക്കുന്നതും ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ഇതിനൊരു വിലങ്ങുതടിയായിട്ട് പലതും കാണുന്നതുകൊണ്ടാണോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ചില മീറ്റിങ്ങുകളിൽ പോകാതിരിക്കുക, ചില ഗ്രൂപ്പുകളിൽ പോകാതിരിക്കുക, അയാൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഇങ്ങനെയാണെന്നൊക്കെ വിലയിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സാർ സ്ഥാനം അല്ലെങ്കിൽ എനിക്കൊരു മേജർ സ്ഥാനം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാതിരിക്കുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്തു മാറ്റപ്പെടേണ്ടതാണ്. ഈ പാരമ്പര്യ പഠന സ്വയം പരിശോധന സഹായി അത് തന്നെ പ്രാപ്തനാക്കുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മദ്യാസക്തി ചോദ്യം നമ്പർ 4. മദ്യാസക്തി മോചനം, ഔഷധങ്ങൾ, സാമൂഹ്യ ശാസ്ത്രം, മനഃശാസ്ത്രം, ആത്മീയ കാര്യങ്ങൾ, കാര്യങ്ങൾ അല്ലെങ്കിൽ എളിമയെക്കുറിച്ചോ ജ്ഞാനിയോ പണ്ഡിതനോ ചമയാൻ ഞാൻ യിൽ ശ്രമിക്കാറുണ്ടോ? മദ്യാസക്തി മോചനം, ഔഷധങ്ങൾ, സാമൂഹ്യ ശാസ്ത്രം, മനഃശാസ്ത്രം, ആത്മീയ കാര്യങ്ങൾ, കാര്യങ്ങൾ അല്ലെങ്കിൽ എളിമയെക്കുറിച്ചോ ജ്ഞാനിയോ പണ്ഡിതനോ ചമയാൻ ഞാൻ യിൽ ശ്രമിക്കാറുണ്ടോ? പ്രമോദേട്ടം തുറക്കും വെക്കോ? ഓക്കെ ഷിബു. അപ്പൊ ഇത് നേരത്തെ പോലെ തന്നെ വളരെ സുവ്യക്തമായ ഒരു ചോദ്യമാണ്. ഇത് ഈ നേരത്തെ പോലെ തന്നെ വളരെ സാധാരണയായിട്ട് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം കൂടിയാണ്. നേരത്തെ പ്രതിഫലം പണമല്ലാത്തുള്ള പ്രതിഫലങ്ങൾ വാങ്ങാൻ ശ്രമിക്കാറുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു. അതേപ്പറ്റി നമ്മൾ പറഞ്ഞു. അത് കിട്ടാൻ വേണ്ടി സത്യത്തിൽ ഒരുപാട് അതിൻ്റെ ദുരന്ത ഫലങ്ങളൊക്കെ ചില സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അസഹനീയമായ തലത്തിലൊക്കെ അതങ്ങ് പോകാറുണ്ട് ചിലപ്പോൾ.
ആ, ആ, ഈ വേദിയിൽ വെച്ചിട്ട് രതീഷ് പറഞ്ഞ പോലെ അഭിനന്ദിക്കപ്പെടാൻ ഉള്ള ശ്രമങ്ങൾ മനഃപൂർവ്വം നടത്തുന്നത് ഒരുപാട് തവണ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരാൾ സ്പോൺസർ ആണെങ്കിൽ ആ സ്പോൺസർ ചെല്ലുമ്പോൾ അയാൾക്ക് ഒരു പ്രത്യേക സ്വീകരണവും അയാൾ ചെല്ലുന്ന സ്ഥലത്ത് എവിടെയായാലും ഏത് മീറ്റിംഗിൽ ചെന്നാലും അത് അത് ആഗ്രഹിച്ചുകൊണ്ട് അത് നടപ്പിലാക്കി അതിൽ ആസ്വദിച്ചുകൊണ്ട് പോകുന്ന ഒരു തലത്തിലേക്കൊക്കെ ഈ കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ആ ചോദ്യം. മറ്റത് ഈ ഒരു 4ാമത്തെ ചോദ്യം വളരെ സ്വാഭാവിക വളരെ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ പലരും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവഗാഹവും ഒരുപാട് കാര്യങ്ങൾ വായിച്ചറിവും ഷെയർഡ് ഇൻഫർമേഷനും ഒക്കെ നമ്മുടെ കയ്യിലേക്ക് വരാറുണ്ട്. ഒരുപക്ഷെ എയിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായതിനേക്കാൾ എത്രയോ കൂടുതൽ അവബോധം സ്വാഭാവികമായിട്ടും പല വിഷയങ്ങളിലും കടന്നു വരും. അല്ലെങ്കിൽ എക്സ്പെർട്ടായി മാറും. അതിൽ റിക്കവറിയെ സംബന്ധിച്ച കാര്യങ്ങളായാലും മെഡിസിൻ ആയാലും സോഷ്യോളജിക്കൽ, അതുപോലെ അല്പം മനഃശാസ്ത്രം, സ്പിരിച്വാലിറ്റി ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. ഒക്കെ നമ്മൾ എക്സ്പേർട്ട്. അതുപോലെ എളിമയെ പറ്റി പറഞ്ഞ അവസാനം തല്ലാവും. എളിമയെ പറ്റി ചർച്ച ചെയ്യാൻ പോയാൽ ആ ഒരു സ്വഭാവവിശേഷം നമ്മളുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചോദ്യത്തിന് പ്രാധാന്യമുള്ളത്. അപ്പം എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ട് പരിശോധിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ അറിവുണ്ടോ? ഇനി അറിവുണ്ടെങ്കിൽ തന്നെ ഞാനത് സാഹചര്യം നോക്കാതെ, സമയം നോക്കാതെ അത് എയിൽ അത് ചെലവാക്കാൻ ശ്രമിക്കാറുണ്ടോ? ഞാൻ ആർജിച്ച എയിലൂടെ തന്നെയാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്, ഇത്തരം എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും എന്ത് അറിവുണ്ടെങ്കിലും അതിൻ്റെ ഏറിയ പങ്കും ആർജിച്ചിരിക്കുന്നത് എയിൽ നിന്നാണ്. എയിൽ നിന്ന് തന്നെയാണ് തിരിച്ചറിവുകൾ ഒരുപാട് വരുന്നത്. അപ്പോൾ ആ തിരിച്ചറിവുകളെല്ലാം നമ്മൾ ഇവിടെ നമ്മുടെ ഇടയിൽ തന്നെ വീണ്ടും റീസെയിലിന് ശ്രമിക്കാറുണ്ടോ? മറിച്ച് വിൽക്കാൻ ശ്രമിക്കാറുണ്ടോ? മറിച്ച് വിൽപ്പനയ്ക്ക് ഇവിടുന്ന് കിട്ടിയത് ഇവിടെ തന്നെ മറിച്ച് വിൽക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ഒരു കച്ചവടക്കാരനെ പോലെ. അങ്ങനെ ഒരു പണ്ഡിതൻ ചമയാൻ ഇവിടുന്ന് കിട്ടിയ അറിവുകളെ അല്ലെങ്കിൽ മറ്റ് ഇതിന്റെ ഭാഗമായി കിട്ടിയ അറിവുകളെ ഇവിടെ തന്നെ കൂടുതൽ റേറ്റിൽ ചെലവഴിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ഒരു ആത്മീയ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റും. അപ്പം അത്തരം ഒരു ആത്മീയ തലത്തിലേക്ക് എത്തിയ ആളെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ചമയാൻ ശ്രമിക്കാറുണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ ഇതൊന്നും ശരിക്ക് നമ്മളിൽ അർപ്പിതമായ കാര്യങ്ങളല്ല, നമ്മളിൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളല്ലല്ലോ. ഇതേപ്പറ്റിയൊക്കെ ഏറെക്കുറെ അറിവുണ്ടെന്നല്ലാതെ ആധികാരികമായിട്ട് നമ്മൾ പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. അങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ പരസ്പരം അടിയും പരസ്പരം തർക്കം തീരില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ ഒരു മനഃശാസ്ത്രജ്ഞനോ ഒരു ആത്മീയവാദിയോ അല്ലെങ്കിൽ പണ്ഡിതനോ ജ്ഞാനിയോ ഒന്നുമല്ല. നമ്മൾ അംഗമെന്ന നിലയിൽ നമ്മൾ എല്ലാവരും ഒരുപോലെയാണ് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഇത് വളരെ കോമൺ ആയ ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ എയിൽ ഒരു പോസ്റ്റ് ഒരു ബിസിനസ് നമ്മൾ നടത്താറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓരോരുത്തർക്കും അവരവൻ്റെ മനസാക്ഷിയോട് ഇത് ചോദിച്ചു നോക്കാം. ഓക്കെ, രതീഷ് ഭായ്. അല്ല, ഇപ്പോ പ്രമോദ് പറഞ്ഞതിനോട് ഇതിപ്പോ നമ്മളെ ഈ 8ാം പാരമ്പര്യം 7ാം പാരമ്പര്യം തന്നെ രണ്ടും കൂടി തന്നെ ആയിട്ട് നമ്മളെ ഒന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഈ ഗ്രൂപ്പിൽ കൂടിയൊക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം ഏകീകരിക്കാൻ പറയുന്നുണ്ടല്ലോ. ആ ഒരു ഏകീകരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ കടന്നു വരുന്നവൻ വീണ്ടും അടുത്ത മീറ്റിങ്ങിന് കടന്നു വരുമ്പോഴൊക്കെ ഒരു അസ്വസ്ഥത വരുന്നുണ്ടല്ലോ.
അതില്ലായ്മ ചെയ്യണം എന്നുള്ള ഒരു ഇതിന് തന്നെയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയൊക്കെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഉപകാരപ്പെടുന്നതും ആ രീതി വരുന്നതൊക്കെ. മറ്റേത് എന്നും ഇവിടെ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെയാണ്, മറ്റേ ഗ്രൂപ്പിൽ അങ്ങനെയാണ് എന്നുള്ളൊരു വസ്തുത അല്ലാതെ വേറൊന്നും അവന് ചെയ്യാനെങ്കില്ല. അവിടെയൊക്കെ പിന്നെയും ഒന്നുകൂടെ ഞാനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നത് കൊണ്ട് മാത്രം തന്നെയാണ് അത്തരം ഗ്രൂപ്പുകളിലൊക്കെ ചെന്നിരിക്കാൻ കഴിയുന്നത്. കാരണം ഇതില് വളരെ വ്യക്തമായിട്ട് 7-ലും 8-ലും പറയുന്നുണ്ട് എനിക്ക് ഏത് ഗ്രൂപ്പിലും കയറി ചെല്ലാൻ പറ്റണം. എങ്ങനെ തന്നെ ആയാലും എന്ത് പ്രശ്നമായാലും ഞാൻ ഏത് ഗ്രൂപ്പിൽ കയറി ചെല്ലാൻ പറ്റണം. കാരണം മറ്റേ ഗ്രൂപ്പിൽ നീ ഇങ്ങോട്ട് കയറണ്ടെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാതിരിക്കാനാണല്ലോ അതിന്റെ ഒരു ശ്രമം നടത്തുന്നതൊക്കെ. അപ്പോ ഇതിൽ തന്നെ കുറെ വ്യക്തമായിട്ട് ഇപ്പോ മദ്യാസക്തി മോചനം, അതുപോലെ ഔഷധങ്ങൾ എന്തോ അത് ആ മരുന്നുണ്ട് മരുന്ന് പറ്റും മറ്റേത് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചില ഷെയറിങ്ങുകളൊക്കെ കേൾക്കാമെന്നല്ലാതെ അതിനെ പറ്റിയിട്ട് ഗഹനമായി ഇപ്പൊ യോഗ അത് ചെയ്യാം ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കണ്ടീഷനായിട്ട് സംസാരിക്കുന്നവരുണ്ട്. പിന്നെ എന്താ പ്രാണായാമം എന്തോ ഒരു ഗുരു വന്നപ്പോ അതും ഒരു ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ചെന്നാ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയ ആൾക്കാരും ഇപ്പൊ ഗ്രൂപ്പിൽ കയറി വരാൻ പറ്റാതെ ആ ഒരു തരത്തിൽ പോകുന്നതുണ്ട്. പിന്നെ സാമൂഹ്യ ശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല, രാഷ്ട്രീയമാണോ, രാഷ്ട്രീയം സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ട്, തടസ്സപ്പെടുത്തുന്നതൊക്കെ ആ രീതിയിലും കണ്ടിട്ടുണ്ട്. പിന്നെ മനഃശാസ്ത്രത്തിനെ പറ്റിയിട്ട് ആത്മീയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അതൊക്കെ ഇടക്കാലങ്ങളിലാണ് വന്നത്. പക്ഷെ അങ്ങനെ ചെറിയ രീതിയിൽ ആത്മീയമായിട്ടും ആത്മീയ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന ആ മനുഷ്യനൊക്കെ വളരെ ഒറ്റപ്പെട്ടിട്ട് വേർപ്പെട്ടിട്ട് ചിരിച്ചും കൊണ്ട് സ്വീകരിക്കുന്ന, അതായത് ചിരിക്കാൻ മീൻസ് ഒരു കളിയാക്കി ചിരിക്കുന്ന രീതിയിലൊക്കെ അതും കണ്ടിട്ടുണ്ട്. പിന്നെ ഏഴ് കാര്യങ്ങളൊക്കെ ചില കാരണന്മാർ തന്നെയാണ് അത് വ്യക്തമായിട്ട് അവിടെ വന്നിട്ട് പറയുക ഷെയറിങ്ങിന്റെ കാര്യങ്ങൾ സമയത്തൊക്കെ. അല്ല അതിനായിട്ടൊരു പ്രത്യേക സമയം കണ്ടെത്തിയിട്ടൊന്നും കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോൾ അത് എത്ര ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നോക്കിയാൽ ആര് ശ്രദ്ധിക്കുന്നു, വെറുതെ എങ്ങനെ നോക്കിക്കണമെന്നല്ലാതെ വളർച്ചയൊന്നും അത്തരം രീതിയിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കലുമില്ല. കാരണം കുറെ പ്രതികരണങ്ങളും മറ്റുള്ളതും കണ്ടതുകൊണ്ട് തന്നെ. അപ്പോൾ നോർമലി ഒരു ഷെയറിങ് ചെയ്യുന്നു പോരുന്നല്ലാതെ മറ്റൊന്നും സംസാരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു വ്യത്യസ്ത അഭിപ്രായം ഏകീകരിക്കുന്ന ഒരു മൈൻഡിൽ ഗ്രൂപ്പ് എത്തിച്ചേരുമ്പോൾ ആ ഗ്രൂപ്പ് എത്രത്തോളം നന്നാകും, എത്രത്തോളം ക്ലിയർ ആകും, എത്രത്തോളം പേർക്ക് വളരെ ശക്തമായിട്ട് ആ മോചനം പാരമ്പര്യത്തിന്റെ അല്ലെ ഐക്യത്തിന്റെ ആ രീതിയിലൊക്കെ പോകാൻ കഴിയുന്നു ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നന്ദി ഖലീൽക്ക, ലതീഷ് ഭായ്, പ്രമോദ്. നമുക്ക് ഈ ഒരു ചോദ്യവും പിന്നീടുള്ള ചോദ്യങ്ങളും കൂടി 4-മത്തെ ചോദ്യവും പിന്നീടുള്ള ചോദ്യങ്ങളും കൂടി അടുത്ത ആഴ്ച ഒന്ന് വിശദീകരിക്കാം. മാഷ് വരും. നോട്ട് ചെയ്ത് വെക്കണേ. നോട്ട് ചെയ്യാം. എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മുടെ ബിജു വി എൻ മുംബൈ ഇന്ന് 1 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ആഫ്റ്റർ മീറ്റിംഗിൽ. താങ്ക് യു ഷിബു. ഖലീലിക്ക് വായിക്കാൻ പറ്റിയാലും മതി. വാഗ്ദാനം. ഷംസു ഇല്ല അല്ലേ? ഇല്ല, ബേസിൽ പുറത്താകാൻ സാധ്യതയുണ്ട്. അതിൽ ഞാൻ ഉത്തരവാദിത്വം പറയാം. എന്റെ ഉത്തരവാദിത്തമാണ്. ഹലോ, എന്റെ ഉത്തരവാദിത്തമാണ്. എവിടെയെങ്കിലും അവിടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്റെ ഉത്തരവാദിത്തമാണ്. പ്രാർത്ഥന.
ദൈവമേ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ തിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. Keep coming back to our മൈക്ക് തുറക്കാതെ വാഗ്ദാനം വായിച്ചോണ്ടേ ഇരിക്കുന്ന ഞാൻ. എന്തൊരു കഷ്ടം. നന്ദി. വീണ്ടും വരിക. നീ നാളെ വായിക്കുക. ബർത്ത്ഡേ സോങ് പാടാ. ആ എന്നെ നാളെ 5 മണിക്ക് വായിക്കാൻ തുടങ്ങാമല്ലോ മണ്ണേട്ടാ. ഓക്കെ ഓക്കെ. മഴ നിക്കാതെ പെയ്യാണ്, നോക്കിയിട്ട് വായിക്കുക. ഇവിടെ മഴയില്ല കേട്ടോ, ഇവിടെ മഴയില്ല, പക്ഷെ ഇവിടെ റേഞ്ച് ഇങ്ങോട്ട് വരുന്നില്ല. അത് ശരിയാ.